കാണിക്കില്ല. ഹായ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രശ്മിയാണ്. കുറേ പുതിയ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ ആൾക്കാർക്കൊക്കെ നമ്മുടെ വീഡിയോ, അതായത് നമ്മുടെ വീഡിയോയിലോട്ട് എന്നല്ല, നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നമുക്ക് കമൻറ്റ് സെക്ഷനിലൊക്കെ കമൻസൊക്കെ വളരെ വളരെ കുറവാണ്. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പറഞ്ഞോളൂ കേട്ടോ, കുഴപ്പമില്ല. അപ്പം നമ്മൾ ഈ കുടുംബത്തിലെ ഒത്തുചേരലൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അല്ലേ. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കുട്ടികൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കണതൊക്കെയാണ് ഈ ഒത്തുചേരലല്ലേ. നമ്മൾ വിട്ട് നിൽക്കുന്തോറും നമ്മൾ തമ്മിലുള്ള അകൽച്ച കൂടും, പക്ഷെ നമ്മൾ ഒത്തു നിൽക്കുന്തോറും നമ്മളുള്ള ആ ബോണ്ടിങ് കൂടും അല്ലേ. കുടുംബങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊക്കെ ഒരു ഈഗോ ക്ലാഷ് കൊണ്ടുള്ളതായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതൊന്നും മൈൻഡിൽ വെക്കാതെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വരുമ്പോൾ നമ്മൾ ഒത്തുചേരുന്നത് വലിയ കാര്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് നിമിഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇതപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനും ഭാര്യയാണ് കേട്ടോ. ഇതൊക്കെ വരെ ഇവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ഓണം ദിവസത്തിൻ്റെ പിറ്റേ ദിവസം ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, പാലപ്പുറത്തുള്ള ചേച്ചി. അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ്, പിന്നെ അമ്മയുടെ പെട്ടെന്നൊരു അതിഥി വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ അമ്മയുടെ ചേച്ചിയുടെ മക്കൾ. അതാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണണേ. ഞങ്ങൾ വൈകിട്ട് കുറച്ച് ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ചേച്ചിയും ഏട്ടനും വന്നത്. ഇവർ താമസിക്കുന്നത് കാട്ടുകുളത്താണ്, തിരുവില്ലാമല. പക്ഷേ ഇവർ ബാംഗ്ലൂരുള്ളവരാണ് കേട്ടോ, ഇവർ രണ്ടുപേരും. മറ്റേത് ചുരിദാർ ഇട്ടത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയാണ്, അവർ പാലപ്പുറത്താണ് കേട്ടോ. അപ്പോൾ ചേച്ചിയും അമ്മയൊക്കെ ഹായ് കാണിക്കണതാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഇവർ പറയണത് എന്താ വെച്ചാൽ ഞങ്ങളെയൊക്കെ നേരാവണ്ണം ക്ലിയറായി ചന്തത്തിലെടുക്കണം. അതായത് അമ്മയുടെ ചേച്ചിയുടെ മകനും മരുമകളും ഇവിടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ എടുക്കണം എന്നാണ് പറയണത്. അപ്പോൾ ഏട്ടൻ പറയണത് അമ്മയെ പ്രത്യേകിച്ച് എടുക്കണം എന്ന് പറയണത്. ഞാൻ ഈ സൗണ്ട് ഇടാമെന്ന് വിചാരിച്ചു, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ടിവിയുടെ സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, അതാ ഞാൻ ആ ഭാഗം ഇടാഞ്ഞ്. അപ്പോൾ അമ്മ ഹായ് കാണിക്കുന്ന പോർഷൻ ഞാൻ തംബ്നെയിലല്ല, നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കണ്ടുല്ലോ അല്ലേ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നന്ദു ഓണപരിപാടി പോയിട്ടുണ്ടായിരുന്നു അവിടെ അടുത്ത് വായനശാലയിൽ കേട്ടോ. അപ്പോൾ അവൻ കുറേ സമ്മാനങ്ങൾ കൊണ്ടാണ് വന്നത് കേട്ടോ, അത് കാണിച്ചു തരാം. നന്ദു കാണിക്കേ, എവിടെ ട്രോഫികൾ, ഇതെന്തിനു കിട്ടിയതാ? അതെ. പിന്നെ ഒട്ടെന്തിനാ എന്തിന്റെ? വെരി ഗുഡ്. നിങ്ങൾ പോയില്ലേ സിനിമക്ക്? അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളാം, ഏതായാലും കോയമ്പത്തൂർ എത്തിയില്ല, നിങ്ങൾ ട്രെയിൻ കയറിക്കോളൂ. ഞങ്ങളുടെ പോണേക്കാളും അല്ല, നമ്മള് ഈശയോഗ പോവാണെന്നുണ്ടെങ്കിൽ അവരവിടെ ഇരിക്കട്ടെ അല്ലേ. നമുക്ക് നാളെ ഈശയോഗ പോവാം. അതെ, ഞങ്ങള് നാളെ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു കുടുംബത്തിൻ്റെ ഒരു വൈബ്. ആ വൈബ് മൊത്തം കിടക്കുന്നത് ശോഭ ചേച്ചിയുടെ കയ്യിലാട്ടോ. അപ്പോൾ ശോഭ ചേച്ചി പിറ്റേ ദിവസം ഞങ്ങളുടെ അടുത്ത് എല്ലായിടത്തും അങ്ങോട്ട് പാലപ്പുറത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ശ്രീകുട്ടൻ വണ്ടി എടുത്തിട്ടുണ്ട്, ഏട്ടനും ഏടത്തിയമ്മയുണ്ട്, ഏടത്തിയമ്മയുടെ അച്ഛനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും അമ്മയും കുട്ടികളും. അപ്പം ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങോട്ട് പോകുക പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ഇതേപോലെ എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോഴേ പോക്കുള്ളൂ. അവിടെ പോയില്ല എന്ന് പരാതിയാണ് എപ്പോഴും കേട്ടോ. അപ്പോൾ അതേപോലെ ഞങ്ങളൊരു ഉച്ചയ്ക്ക് അപ്പോൾ പോകണത് ഒരു 10-12:30 മണിയായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അയിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, എന്നാൽ ആ അയില വാങ്ങിയത് വേസ്റ്റാക്കണ്ട പറഞ്ഞിട്ട് അതിനെ ഞാൻ മുളക് പുരട്ടി ഒക്കെ സെറ്റായി അവിടെ കൊണ്ടുപോയി വറക്കല്ലേ വേണ്ടു. അങ്ങനെ ഇവിടുന്നൊക്കെ കൊണ്ടുപോയി കേട്ടോ. നോക്കുമ്പോൾ അവിടെ പോയപ്പോൾ മീനിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ, ആ അവസ്ഥയായിരുന്നു. കാണാം നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാലവിഹാറാണ് കേട്ടോ. അത് ചിലവർക്കൊക്കെ അറിയുണ്ടാവും, നമ്മുടെ കുട്ടികൾക്ക് പഞ്ചായത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പാർക്കാണ് കേട്ടോ ഈ ബാലവിഹാർ. അപ്പോൾ എന്തൊക്കെയോ നമ്മൾ തമാശയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ വണ്ടിയിൽ പാട്ടുള്ള കാരണം നമുക്കതങ്ങോട്ട് വോയിസ് വെക്കാൻ നിവൃത്തിയില്ല, അതാണ് കേട്ടോ. അപ്പോഴേക്ക് ചെറിയൊരു മഴപ്പാറ്റലുണ്ടായിരുന്നു. ചെനകതിർക്കാവിൻ്റെ അവിടെ എത്താറായപ്പോൾ ചെറുതായിട്ടൊരു മഴപ്പാറ്റലുണ്ടായിരുന്നു കേട്ടോ. പൊതുവേ ഇപ്പം ഓണം കഴിഞ്ഞതോടെ മഴ പോയി. ഓണം വരെ തകൃതിയായിട്ട് മഴയായിരുന്നു. മുറ്റത്ത് പൂവിടാനടക്കം പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
ചുണ്ടരി പെണ്ണിരി എന്താണിത്? ചുണ്ടരി പെണ്ണി, ചുണ്ടരി പെണ്ണി. കൊണ്ടൊന്നും വേണ്ട, ആൾക്കാരുണ്ട്, വേണ്ട. ഇവിടെ മീനൊക്കെ എടുത്ത് കൊണ്ടുവന്നപ്പോൾ എന്താ ഇവിടെ ബിരിയാണി ഓർഡർ ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ ചേച്ചി. പക്ഷേ നമ്മുടെ ഏടത്തിയമ്മ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ കുക്ക് ചെയ്യണ കണ്ടില്ല, ആ ഏടത്തിയമ്മ നോണൊന്നും കഴിക്കില്ല, അവരൊന്നും കഴിക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ട ചോറുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ട കറി എന്തോ വെക്കുകയാണ് കേട്ടോ അവർ. അപ്പോൾ പിന്നെ ഇവരൊക്കെ അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ട്. ഇത് ഹസ്ബൻഡിൻ്റെ ഏട്ടനാണ് കേട്ടോ, ദാസേട്ടനാണ്. പിന്നെ ചേച്ചിയുടെ മോനും ഉണ്ട്, വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഇവിടെ ഭയങ്കര ഇരുട്ടുണ്ടായിരുന്നു, എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല, വീഡിയോ വല്ലാതെ അങ്ങോട്ട് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടി സംസാരിച്ചിരിക്കണതൊക്കെ വെറുതെ എടുത്തതാണ് കേട്ടോ ഞാൻ. അമ്മ അവിടെ ഇങ്ങനെ സ്റ്റെപ്പിൽ ഇവർ സംസാരിക്കണം നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിയിൽ ചിക്കൻ സെപ്പറേറ്റ് ആക്കിയിട്ട് അങ്ങനെ ഉണ്ട് കേട്ടോ കൊടുത്തു വിട്ടിരിക്കുന്നത്. പിന്നെ ചോറൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചി പറയുകയാണ് കേട്ടോ, ഇതൊക്കെ ചേച്ചി രാവിലെ 4:30 നീച്ച് വെച്ചതാണ്, അല്ലാതെ ഓണത്തിൻ്റെ ഒന്നല്ല, പഴയ സാധനങ്ങളൊന്നും ഇല്ല ഇവിടെ എന്ന് പറയുമായിരുന്നു കേട്ടോ ചേച്ചി. അപ്പോൾ ഇതൊക്കെ ചേച്ചി 4:30 നീച്ച് ഉണ്ടാക്കി വെച്ചതാണെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അയില വാങ്ങി വറുത്തതും ചേച്ചിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ശോഭ ചേച്ചി. അപ്പോൾ പിന്നെ ബിരിയാണി ആയതുകൊണ്ട് വേറെ പണിയൊന്നുമില്ല, എന്നാലും ചോറുണ്ടല്ലോ എന്നുള്ള രീതിക്ക് സന്തോഷേട്ടൻ എന്തായാലും ചിലപ്പോൾ മിക്കവാറും ചോറേ കഴിക്കും. അപ്പോൾ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്, അവിടെ പപ്പടവും കാച്ചുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ദം പൊട്ടിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളും കുറച്ച് സെക്ഷൻസൊക്കെ കഴിക്കാനിരുന്നു, കാരണം നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോഴേ 12:30 അപ്പോൾ പിന്നെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ടൈമാണ്. അപ്പോൾ ഒരു സെക്ഷൻ അവിടെ അങ്ങനെ ഇരുന്ന് കഴിച്ചു. വീഡിയോ എടുക്കുന്നത് വലിയ ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ, ഫോണിൻ്റെ കുഴപ്പമാണ്, ചില സമയത്തെ ക്ലാരിറ്റി ഉള്ളൂ. അപ്പോൾ സന്തോഷമായിട്ട് ഞാൻ പപ്പടം കാച്ചാൽ പറഞ്ഞിട്ട് ഏഴത്തേമേ മാറ്റിയിട്ട് മൂപ്പർ അവിടെ നിന്ന് പപ്പടം കാച്ചുകയാണ് കേട്ടോ. പപ്പടം നന്നായി പൊള്ളച്ച് വരുമ്പോൾ മൂപ്പർ പറയണ മൂപ്പരുടെ വറക്കലിൻ്റെ ഗുണം കൊണ്ടാണ് നന്നാവണത്, കൈ കൊണ്ടൊക്കെ തിരിച്ചിടുകയാണ് ഞാൻ, തിളച്ച എണ്ണയിൽ നിന്ന് പപ്പടം എടുത്തിട്ട്. സാഹസികമായ പപ്പടം കാച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി അപ്പുറത്ത് മീൻ വറക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചേച്ചിയുടെ പേരക്കുട്ടിയാണ് കേട്ടോ, ചേച്ചിയുടെ മകളുടെ കുട്ടി. അപ്പോൾ നന്ദു കുറച്ചായി അവൻ ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചതായിരുന്നു, പക്ഷേ വെറുതെ കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോൾ രസത്തിന് അവൻ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേച്ചിയുടെ അതായത് അളിയൻ്റെ വീട്ടിലത്തെ കുട്ടികളാണ് കേട്ടോ, അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടികളാണ്, ചേച്ചിയുടെ മക്കളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരും ഇവരുടെ കൂടെ വന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. നന്ദുവിൻ്റെ ഹരിയുടെയൊക്കെ പ്രായമുള്ള കുട്ടികളാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുടെയൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളങ്ങോട്ട് കഴിക്കാനിരുന്നു. ഞാൻ ആദ്യം ചോറിനാണെന്നാണ് കരുതിയത്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. അപ്പോൾ പിന്നെ അതന്നെ അങ്ങോട്ട് കഴിച്ചു, നല്ല പപ്പടമൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ തരക്കേടില്ലാത്ത ബിരിയാണി ആയിരുന്നു, നമ്മുടെ പാലപ്പുറത്ത് നിന്ന് തന്നെ വാങ്ങിയതാണെന്നാണ് പറഞ്ഞ ഏട്ടൻ. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഹരി പപ്പിയുടെ അടുത്ത് ഇങ്ങനെ കളിച്ചു. അവൾക്ക് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മളെ കാണുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയോ, അവളിങ്ങനെ ഇവിടെ ചേച്ചിയൊക്കെ അല്ലേ ഉള്ളൂ, അപ്പോൾ നമ്മളെയൊക്കെ എപ്പോഴെങ്കിലും കാണുമ്പോൾ കളിക്കാൻ ആളില്ല അങ്ങനെ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു 4-5 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വരികയും ചെയ്തു കേട്ടോ. ഇത് നമ്മുടെ ഉണ്ണിമുകുന്ദനൊക്കെ താമസിക്കുന്നത് ഇവരുടെ വീടിൻ്റെയൊക്കെ അടുത്താണ്, ഇവിടെ ഈ ഏരിയയിൽ എവിടെയോ ആണ്. അത് ഞാൻ അങ്ങനെ ആ വഴി ഇങ്ങനെ എടുത്തത് കേട്ടോ, കറക്റ്റായിട്ട് എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല. പക്ഷേ ഉണ്ണിമുകുന്ദൻ്റെ വീട് ഇവിടെ ആണ്, ചേച്ചിക്കൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ തായക്കുട്ടന്മാരൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്ദുവിൻ്റെ അടുത്ത് സന്തോഷപ്രകടനം കാണിക്കണ കേട്ടോ, ചെറുത് തുള്ളി കളിക്കായിരുന്നു അവനെ കണ്ടിട്ട്, കുറേ നേരം ഇല്ലേ കണ്ടിട്ട്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം, ബൈ.